ഹായ് നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയൊരു ക്ലാസ്സുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കേട്ടറ്റ് പരീക്ഷ അതുപോലെ LPUP പരീക്ഷകളിലെല്ലാം തന്നെ ചോദിക്കുന്ന ഒരു ഭാഗമായ പഠന വൈകല്യങ്ങൾ എന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ പൊതുവെ കുറേ ചർച്ചകൾ നടക്കുന്നത് കേട്ടറ്റ് പരീക്ഷ ഉണ്ടാവുമോ, സർവീസുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് പരീക്ഷ ആവശ്യമാവുമോ, അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷ ഒഴിവാക്കപ്പെടുമോ എന്നുള്ള രീതിയിൽ പല രീതിയിൽ നമ്മുടെ ചുറ്റും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് കേട്ടറ്റ് പരീക്ഷ എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരും അതുപോലെ സുഹൃത്തുക്കളായ അധ്യാപകരും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമുക്കിത് കേട്ടറ്റ് കിട്ടുക, കേട്ടറ്റ് ബുദ്ധിമുട്ടാണോ, പാസ്സാവോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾക്കെല്ലാം തന്നെ വിരാമമിടുക എന്ന് പറയുന്നത് കേട്ടറ്റ് വരും വളരെ സിമ്പിളായിട്ടുള്ള പരീക്ഷ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ആ പരീക്ഷ എഴുതുക, വളരെ പെട്ടെന്ന് വിജയിക്കുക, അടുത്ത പ്രൊമോഷൻ നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജോലി സേഫ് ആക്കി കൊണ്ടുപോവുക എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള 100% ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ തരുന്നത്. ഒരിക്കലും സാമ്പത്തിക ഇച്ഛയില്ലാതെ കൂടെ ഒരു മോണിറ്റൈസേഷനോ മറ്റോ ചെയ്യാതെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അതിനൊറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ സഹപ്രവർത്തകരായ ഒരുപാട് അധ്യാപകർ, സുഹൃത്തുക്കളായ അധ്യാപകർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങ് മാത്രം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തെയാണ്. ഈ പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ നേരിടുന്ന കുറേ കാര്യങ്ങളായിരിക്കും. പഠിക്കാനുള്ള പല ബുദ്ധിമുട്ടുകൾ, അങ്ങനെ അവർക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരവധി രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം തന്നെ നേരിടുന്നുണ്ട്. ഈ പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ ഒരു കേൾവിക്കുറവോ അല്ലെങ്കിൽ കാഴ്ചക്കുള്ള ഒരു ബുദ്ധിമുട്ടോ ഒന്നുമല്ല. ഓക്കെ, അത് ആ ഒരു പ്രായത്തില് ചില കുട്ടികൾക്ക് സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഏകദേശം 3ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയം വരെയും സംസാരിക്കാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പഠന വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചരിത്രം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വർഷങ്ങൾ പഠിക്കാൻ തീരെ കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ അക്ഷരങ്ങൾ കാണുന്ന സമയത്ത് അക്ഷരങ്ങൾ പരസ്പരം മാറിപ്പോവുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1947 എന്ന് ഉദാഹരണം വെക്കുക. ഈ 1947 എന്നുള്ളതിന്റെ 4, 7 എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകുന്ന ഒരു അവസ്ഥയെല്ലാം തന്നെ വരുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വൈകല്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പഠന വൈകല്യങ്ങളിൽ തന്നെ പ്രധാനമായി ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു പഠന വൈകല്യം, അതുപോലെ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന പഠന വൈകല്യം, കാൽക്കുലിയ എന്ന പഠന വൈകല്യം. ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ഈ കേട്ടറ്റ് പരീക്ഷ ആയിക്കോട്ടെ, LPUP പരീക്ഷ ആയിക്കോട്ടെ, സൈക്കോളജി മേഖലയിൽ ചോദിക്കുന്ന പഠന വൈകല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈകല്യങ്ങളിൽ ഒന്നാണ് ഈ 3 എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇത് വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ അടുത്ത പരീക്ഷയിൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ഈ പഠന വൈകല്യങ്ങൾ വരുന്നതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമായിട്ട് ശരിക്കും കുട്ടികൾക്ക് പല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 21 എന്ന് എഴുതുന്ന പല ആളുകളും, ചിലപ്പോൾ പല കുട്ടികളും എഴുതുന്നത് ചിലപ്പോൾ 12 എന്നായിരിക്കും. 3 എന്ന് ഇങ്ങനെ എഴുതുന്നതിന് പകരം കുട്ടികൾ 3 എന്ന് ഇങ്ങനെ എഴുതാറുണ്ട്. അതുപോലെ തന്നെ P എന്ന് എഴുതുന്നതിന് പകരം പല കുട്ടികളും Q എന്ന് എഴുതാറുണ്ട്. J എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതേണ്ട ജയനെ ഇങ്ങനെ തിരിച്ച് ജയ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഓരോ രീതിയിലും വരുന്ന ചെറിയ പഠന വൈകല്യങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പ്രതിപാദിച്ച വ്യക്തി എന്ന് പറയുന്നത് സാമുവൽ എ കിർക്ക്. ഓക്കെ,
കിർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് അല്ലെ. സാമുവൽ എ കിർക്കാണ് ഈ പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആദ്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1963 പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ട് ആദ്യമായി പ്രതിപാദിച്ച വ്യക്തി എന്നാണ് ഒരു കിർക്ക് പിടിച്ച ആളായിരുന്നു സാമുവൽ എ കിർക്ക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, ഇതൊരു ബുദ്ധിമാനിയല്ല, കേൾവിക്കുറവല്ല, കാഴ്ച കുറവല്ല, ഇതൊന്നും അല്ല ഈ പഠന വൈകല്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ആദ്യത്തെ പഠന വൈകല്യം എന്ന് പറയുന്നതാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന പഠന വൈകല്യം. പലപ്പോഴും ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ വായനാ വൈകല്യം എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളത് ചോദിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ, വായനാ വൈകല്യമാണ്. അപ്പൊ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് വായനാ വൈകല്യമാണ് ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് വായിച്ചെടുക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ഈ വാക്കുകൾ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് തിരിച്ചറിയാനുള്ള ഒരു താമസം ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പുസ്തകങ്ങളിൽ ചെറിയ 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 വാക്കുകൾ എഴുതുന്ന സമയത്ത് അത് വായിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആർക്ക് നേരിടുന്നുണ്ട്? ഈ കുട്ടികൾക്ക്, ഈ വായനാ വൈകല്യമുള്ള ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ഓക്കെ, അതുപോലെ അവരുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ ബി എന്നുള്ളതിനെ ഡി എന്നായിട്ട് വരാനുള്ള ഒരു സാധ്യതകളാണ് നമുക്ക് അവിടെ വരുന്നത്. അങ്ങനെ അതുപോലെ പി എന്ന് ഇത് വായിക്കുന്ന സമയത്ത് അതിന് പകരം അത് ക്യൂ ആയിട്ട് തോന്നുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ പല അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരവസ്ഥ, അത് വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ ഓരോ വാക്കുകൾ വായിക്കുന്ന സമയത്ത് അത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയെല്ലാമാണ് ഈ വായനാ വൈകല്യമായ ഡിസ്ലെക്സിയയിലേക്ക് വരുന്നത്. ഓക്കെ, അവർക്ക് വാക്കുകൾ തിരിച്ചറിയാൻ കഴിയാത്തൊരിത് വരും. അപ്പൊ അതിൽ വരുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗോഡ് എന്ന് വായിക്കുന്നതിന് പകരം അതിനെ ഡോഗ് എന്ന് വായിക്കുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, അങ്ങനെ വാക്കുകൾ പരസ്പരം, പക്ഷെ അക്ഷരങ്ങളെല്ലാം സെയിം ആയിരിക്കും. നമ്മൾ വായിക്കുന്ന ആ കുട്ടികൾ വിചാരിക്കും ആ ഗോഡ് എന്നുള്ളത് ഗോഡ് അല്ല, ഡോഗ് ആണ് എന്നുള്ള ചിന്താഗതികൾ വരും എന്നുള്ളതാണ്. അത് വായിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ കുട്ടികൾക്ക് നേരിടും എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ അക്ഷരങ്ങളെല്ലാം തന്നെ ആ കുട്ടികളുടെ മനസ്സിലൂടെ ഇങ്ങനെ ചലിച്ച് പോകുന്ന ഒരവസ്ഥയാണ് ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന വായന വൈകല്യം. ഓക്കെ, ഈ ഡിസ്ലെക്സിയ ഉണ്ടായിരുന്ന വളരെ പ്രശസ്തനായ രണ്ടു പേരാണ്. ഒന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയ ചിത്രകാരന്മാരിലെ ഒരാള് അല്ലെ, ലിയോനാർഡോ ഡാവിഞ്ചി. ഓക്കെ, അദ്ദേഹത്തിനും എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന വൈകല്യം ഉണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് 3ാം ക്ലാസ് വരെയും സംസാരിക്കുക കൂടി ചെയ്യാത്ത ഒരു കുട്ടിയായിരുന്നു. പലവരും എഴുതി തള്ളിയ ആളുകളായിരുന്നു. അതിൽ ചരിത്ര അധ്യാപകൻ എന്ന് പറയുന്നത് ഇവൻ മണ്ടനാണ് എന്ന് പ്രഖ്യാപിച്ച അതാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു. എന്നിട്ടും ലോകമറിയുന്ന ഏറ്റവും ഫേമസ് ആയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ട് മാറിയ വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. നമ്മൾ ഓരോ അധ്യാപകരും മറക്കാത്ത ഒരു ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണല്ലേ ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കണ്ടുപിടുത്തം E=mc² എന്ന് പറയുന്ന കണ്ടുപിടുത്തമെല്ലാം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവും. ഓക്കെ, അദ്ദേഹം പഠന വൈകല്യം ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ തന്നെ 3ാം ക്ലാസ് വരെ സംസാരിക്കാത്ത ആളാണ്. അപ്പൊ ഇതേപോലെയുള്ള മക്കളായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ നേരിടേണ്ടി വരെ. ഒരു കാരണവശാലും അവർക്ക് പിന്തുണ നൽകാതെ പോകരുത്. നമ്മൾ ഓരോ അധ്യാപകരും നമ്മുടെ ചുമതലയാണ് അവരെ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാവിയിലേക്കുള്ള ശാസ്ത്രജ്ഞന്മാരായിട്ട് അല്ലെങ്കിൽ വളരെ ഉയർന്ന പദവിയിലേക്ക് എത്താനുള്ള ഓരോ മക്കളായിരിക്കും അവരോരോന്നും. ഓക്കെ, അടുത്ത വൈകല്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വൈകല്യം എന്ന് പറയുന്നത് എഴുതാനുള്ള വൈകല്യമാണ്, ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കുറേ സാധനം ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അങ്ങനെ ഡിസ് എന്ന് പറയുന്ന കുറേ വൈകല്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഓപ്ഷനിൽ വരുമ്പോൾ ഇതാണോ അത് എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്ക് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്.
എളുപ്പമുള്ള ഒരു കാര്യം പറയാണ് കേട്ടോ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഈ ഗ്രാഫ് എന്താ ചെയ്യുക? ഗ്രാഫ് നമ്മൾ എഴുതുകയാണ് നമ്മൾ ചെയ്യുക. അല്ല, പൊതുവെ ഒരു ഗ്രാഫ് വരയ്ക്കുക, നമ്മൾ എഴുതുന്ന സാധനത്തിനെയാണ് എന്ത് പറയുക? ഗ്രാഫ് എന്ന് പൊതുവെ പറയാ. അത് ഓക്കെ. അപ്പൊ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാലുള്ള എഴുതാനുള്ള വൈകല്യത്തെ പറയുന്ന പേരാണ്. എഴുതാനുള്ള വൈകല്യത്തെ പറയുന്ന പേരാണ് എന്ത്? ഡിസ്ഗ്രാഫിയ. ഗ്രാഫ് എന്ന് പറയുമ്പോൾ എഴുതുക, എഴുതാനുള്ള വൈകല്യം ഡിസ്ഗ്രാഫിയ. ഗ്രാഫ് വരയ്ക്കുക, എഴുതുക എന്നുള്ള വൈകല്യമാണ് എന്ത് പറയുന്നത്? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന പദം തന്നെ ഉടലെടുത്തത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ വേറൊരു കാര്യം, ഗ്രാഫ്, ഗ്രീക്ക്. ഓക്കെ, അവിടെ പ്രാസം വളരെ കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, ഗ്രാഫ്, ഗ്രീക്ക് ഇങ്ങനെയുള്ള പ്രാസം കൃത്യമായിട്ട് വരാം. അപ്പൊ ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഉണ്ടായ വൈകല്യമാണ് ഏത്? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന എഴുതാനുള്ള വൈകല്യമായിട്ട് വരുന്നത്. ഓക്കെ. ഈ വൈകല്യം എന്ന് പറയുന്നത് തലച്ചോറ് കൈകൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഏകോപിപ്പിച്ച് എഴുതാൻ കുട്ടികൾക്ക് നേരിടുന്ന പ്രയാസമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത്. ഈ ഡിസ്ഗ്രാഫിയ തന്നെ പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ ബ്രെയിനിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്ന 3 ഭാഗങ്ങൾ. ഇതിൽ സെറിബ്രമാണ് ഈ എഴുതാനും വായിക്കാനുമുള്ള എല്ലാത്തിന്റെയും ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ സെറിബ്രത്തിന്റെ നിർദ്ദേശങ്ങള് നമ്മൾ കൈകൾക്ക് കൊടുക്കും. ആ കൈകൾ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അങ്ങനെയാണ് ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കുന്നത്. ഓക്കെ. അങ്ങനെ തലച്ചോറില് സെറിബ്രം നൽകുന്ന കൈക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, നിർദ്ദേശങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ. റാൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വട്ടമായി പോകുന്ന അവസ്ഥ, താൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യാം? ഈ എഴുത്തിനുള്ള വൈകല്യം. അതുപോലെ തന്നെ കൈയക്ഷരത്തിന്റെ പ്രശ്നങ്ങൾ, വളരെ മോശപ്പെട്ട രീതിയിലുള്ള കൈയക്ഷരം, നമുക്ക് വായിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൈയക്ഷരം ഒക്കെ വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഈ ഡിസ്ഗ്രാഫിയയിലൂടെ ഉള്ള കാര്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. വിദഗ്ധമായ ചികിത്സയിലൂടെ എന്ത് ചെയ്യാം? ഈ ഡിസ്ഗ്രാഫിയ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. നമുക്ക് എന്ത് ചെയ്യാം? ട്രൈ ചെയ്തുകൊണ്ടും ചെറിയ രീതിയിലുള്ള ചികിത്സകൾ ചെയ്തുകൊണ്ടും എല്ലാം തന്നെ ഈ ഡിസ്ഗ്രാഫിയ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത വൈകല്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകല്യം ഏതാണെന്ന് നോക്കിയാൽ ഗണിതത്തിനുള്ള വൈകല്യമാണ്. ഡിസ്കാൽക്കുലിയ എന്നാണ് ഗണിത വൈകല്യം അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഇത് പഠിക്കാൻ നമ്മളൊരു കോഡ് ചെയ്യാണ്, കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗണിതം, മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കാൽക്കുലേറ്റർ. ഓക്കെ. അപ്പൊ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് എന്തിനുള്ള സാധനമാണ്? ഗണിതത്തിനുള്ള വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ. അപ്പൊ ഗ്രാഫ് എന്താണ് നമ്മൾ പഠിച്ചു, ഈ കാൽക്കുലേറ്റർ എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഗണിതത്തിലുള്ള വൈകല്യം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഓക്കെ. ഗണിതപരമായ ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും സംഖ്യകൾ തിരിച്ചറിയാനും ലളിതമായ കണക്കുകൂട്ടുകൾ നടത്താനും ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടിനെയാണ് എന്ത് പറയുക? ഡിസ്കാൽക്കുലിയ എന്ന പദത്തോട് വരുന്നത്. ഉദാഹരണത്തിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കൂട്ടുക എന്നുള്ള ഒരു ചിഹ്നം ഒരു കുട്ടി എഴുതുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ കൂട്ടുക എന്നുള്ളത് ഗുണിക്കുക എന്നുള്ളതും മാറിപ്പോകാനുള്ള സാധ്യത ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഉദാഹരണത്തിനാണ് ഗുണിക്കുക എന്നുള്ളത് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതുപോലെ അത് മാറി കൂട്ടലായിട്ട് മാറുന്ന ഒരവസ്ഥ. ചെറിയ ചെറിയ വാക്ക് അല്ലെങ്കിൽ അക്കങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെല്ലാം തന്നെ ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ഭാഗമാണ്. ഓക്കെ. സംഖ്യാബോധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ അതിൽ ഇത് വരുന്നത്. ഉദാഹരണത്തിന് വരികയാണെങ്കിൽ സംഖ്യാബോധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ 6 എഴുതുന്നതും അതുപോലെ തന്നെ 9 എഴുതുന്നതും ഇതെന്ത് ചെയ്യും? ഇത് അതാണോ അത് ഇതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ഗണിത ക്രിയകളിലും യുക്തിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ
അതുപോലെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാകും. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കളിപ്പാട്ടങ്ങളിലൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് ഈ കുറേ സാധനങ്ങൾ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടും നമ്മൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അസുഖം പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ തന്നെ വിഷ്വലൈറ്റ്സ് ഒക്കെ നമ്മൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ പ്രൊജക്ടേഴ്സ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. അതുപോലെ തന്നെ വലിയ വലിയ അക്ഷരങ്ങൾ കൂട്ടുന്ന സമയത്ത് കാൽക്കുലേറ്ററുകൾ പോലെയുള്ള സഹായം നമ്മൾ തേടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അസുഖം തന്നെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാന വൈകല്യങ്ങളിൽ ഒന്നാണ് സംസാരിക്കാനുള്ള വൈകല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ഫാസിയ എന്നാണ് ഇത് അറിയുന്നത്. ഓക്കെ, ഇതിന് നമുക്കൊരു ചെറിയൊരു കോഡ് ഇട്ടിട്ട് നമുക്ക് പറയാം കേട്ടോ. ഫാസിയയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഡിസ്ഫാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കാനുള്ള വൈകല്യമാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ഫാസിയയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല, ഫാസിയയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ സംസാരിക്കാനുള്ള വൈകല്യം അറിയപ്പെടുന്നത് എന്താണ്? ഡിസ്ഫാസിയ എന്ന പേരോട്, സംസാരിക്കാനുള്ള കഴിവിന്റെ കുറവ് എന്നാണ് ഡിസ്ഫാസിയ എന്ന് അറിയപ്പെടുന്നത്. ഫാസിയയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കോഡോടുകൂടി നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ സ്ഥിരമായി ചോദിക്കുന്ന കുറേ കാര്യങ്ങളുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. 100% സൗജന്യമായിട്ട്, ഒരു സാമ്പത്തിക ഇല്ലാതെ, സ്കൂളിന്റെ സമയം ഒന്നും അപഹരിക്കാതെ വൈകുന്നേരങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. താങ്ക് യു. വീണ്ടും നമുക്ക് കാണാം.